പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെ ഓർത്ത് നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. ഇവിടെ ഇപ്പോൾ എറണാകുളത്ത് 2 ദേവാലയങ്ങളിൽ ഇനിയും സിനഡിൻ്റെ ബലി അല്ലാതെ അർപ്പിക്കാൻ പാടില്ല എന്നൊരു കോടതി സ്റ്റേ വന്നിരിക്കുന്നു. അതിനാൽ 2 പള്ളികളിൽ തൽക്കാലമായിട്ടുള്ള ബലിയർപ്പണം അവസാനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ആകർഷിച്ചു, വിളിച്ചു. കർത്താവ് തനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വിശ്വസ്തരായിരിക്കുമെന്ന വിചാരത്തിൽ ഇല്ല. ദൈവത്തിനെല്ലാം അറിയാമല്ലോ. ആണെങ്കിലും അല്ലെങ്കിലും ഒരവസരം കൊടുത്തു വിവേകത്തോടെ ജീവിക്കുക. എന്നിട്ട് പുരോഹിതനാക്കി, പൗരോഹിത്യം നൽകി. മാതാപിതാക്കളുടെയും കൂടപ്പുറപ്പുകളുടെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ബലി അർപ്പിക്കാനുള്ള യോഗ്യതയായ പൗരോഹിത്യം കിട്ടി. ആ പൗരോഹിത്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ പൗരോഹിത്യത്തിൻ്റെ മഹത്വം തിരിച്ചറിയാതെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നറിയില്ല, ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ച മനുഷ്യനായി മാറി. ആരെയും അനുസരിക്കില്ല, അധികാരികളെ അനുസരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തനിക്കിഷ്ടപ്പെട്ടതുപോലെ ബലിയർപ്പിക്കും. ഞാനാണ് ഇവിടുത്തെ രാജാവ്, ഞാൻ പറയുന്ന കണക്ക്. പക്ഷേ ഇത് ദൈവം വിളിച്ച് വേർതിരിച്ച് കയ്യിൽ കരുണയോടെ കൊടുത്തതാണ് വിശ്വസ്തയോടെ ചെയ്യാൻ. അത് ചെയ്യാതെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട പുരോഹിതൻ അപ്പോൾ കെണിയില്ല. ഇന്നലെ കോടതിയിൽ നിന്ന് ആൾ വന്നപ്പോൾ ആൾ സ്ഥലത്തില്ല, മുങ്ങി. കാരണം രാവിലെ ഷൂട്ട് ചെയ്ത കുർബാനയും കൊണ്ട് പോയിരുന്നു. എന്തോരനുസരണയാണെന്നറിയാമോ? കോടതിയിൽ നിന്ന് ആൾ വന്നു കഴിഞ്ഞപ്പോൾ തക്സ എടുത്തു വെച്ചു, തക്സയിലെ പ്രാർത്ഥന ചൊല്ലി, പിതാക്കന്മാരുടെ പേര് പറഞ്ഞു. അതുപോലെ ഇതുവരെയും അദ്ദേഹം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുപ്പായം ഇട്ടുകൊണ്ടായിരുന്നു കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. ഏതോ തരത്തിലുള്ളൊരു കുപ്പായം അത് മേളിൽ കൂടെ വലിച്ചിട്ടിട്ട് 25 മിനിറ്റ് കൊണ്ട് സീറോ മലബാർ കുർബാന ദിവസങ്ങളിൽ ചൊല്ലി അവസാനിപ്പിക്കുന്ന മനുഷ്യൻ, 4 മിനിറ്റ് കൊണ്ട് കുരിശിൻ്റെ വഴി ചൊല്ലി അവസാനിപ്പിക്കുന്ന മനുഷ്യൻ. എന്തിനു വേണ്ടി ഈ മനുഷ്യൻ നാടും വീടും വിട്ട് പോകുന്നു? ഇങ്ങനെ പള്ളിയിൽ വന്ന് താമസിച്ചെന്നൊരു പിടിയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, 9 കൊല്ലോ 11 കൊല്ലോ ഏതോ ഒരു ഇടവകയിൽ ഇരുന്നു അവിടെ 2 കോടി രൂപ ഇയാൾ കാശുണ്ടാക്കാനാ പോയെ. പള്ളി പണിതു, ഓഡിറ്റോറിയം പണിതു, പിന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അവസാനം അവിടുന്ന് ആരോ ഒരു സമ്മാനം കൊടുത്തിട്ട് അത് തിരിച്ചു കൊടുക്കേണ്ട ഗതികേട് വന്നു. ഈ തരത്തിൽ ജീവിക്കുന്ന ജന്മങ്ങളൊക്കെ ആത്മാക്കളെ രക്ഷിക്കുകയാണോ അതോ തകർക്കുകയാണോ? സങ്കടം കൊണ്ട് പറയുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് വ്യക്തിപരമായി ഈ പുരോഹിതനോട് യാതൊരു പിണക്കവുമില്ല. പക്ഷേ ഒരു പരിശുദ്ധ കുർബാന ചൂട് കാലത്ത് 10 ദിവസമായിട്ട് ബലി അർപ്പിക്കാനോ ഒരു പള്ളിയിൽ പോകാനോ പറ്റാതെ വിഷമിച്ച് എന്നിട്ട് വീൽ ചെയർ ഓടിച്ച് പള്ളി ചെന്നപ്പോൾ ഒരു കുർബാന എടുത്ത് തരാൻ പോലുമുള്ള മനസ്സില്ലാതെ ഇദ്ദേഹം ആരെയാണ് ഭയപ്പെട്ടതെന്നൊരു പിടിയില്ല. ഇതാണ് അവസ്ഥ. ഏതായാലും പണി കിട്ടി. ഇനി അതിൻ്റെ പുറകെ ഓടും കേട്ടോ. ഇതെങ്ങനെങ്കിലും ഒന്ന് ഈ കെട്ടൊന്ന് പൊട്ടിക്കാനോ അഴിക്കാനോ ഒക്കെ ആയിട്ട് ഓടും. സംശയമൊന്നും വേണ്ട, പുറകെ ഞങ്ങളുണ്ട് ഉറപ്പായിട്ടും. അതുപോലെ തന്നെ വാ തുറന്ന തെറി പറയുന്ന ഈ കപ്പിയാരെ വിടുന്ന എത്രയും വേഗം സ്ഥലം കാലിയാക്കും. ഇന്നലെ അവിടെ ഫോട്ടോ എടുക്കാൻ ചെന്ന പെങ്കൊച്ചിനെ പിടിച്ച് തള്ളുകയും ഉന്തും ഒക്കെ ചെയ്ത് അവൻ്റെ അപ്പനേക്കാൾ അവൻ്റെ ഇരട്ടി പ്രായമുള്ള ഒരു വല്യപ്പച്ചനോടാണ് ഇന്നലെ അവൻ ചീത്തയും തെറിയെല്ലാം പറഞ്ഞു. അടിമായി കൊടുക്കാം, തല്ലുകൊള്ളുകൊടും. ഇത്രയും വലിയ തിന്മ പ്രവർത്തിക്കുന്ന ഇവൻ അല്ല, വേറൊരു കാര്യമുണ്ട്. കൂടെ നിൽക്കുന്ന ജീവി ഇതാണല്ലോ. സഭയെ അനുസരിക്കുകയില്ല, വിശ്വാസികളെ അനുസരിക്കുകയില്ല. ഏതായാലും ഒരു കേസുമുണ്ട്, പണി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആരോടും കലഹിക്കാനോ കേസ് കൊടുക്കാനോ ഒന്നും താല്പര്യമുള്ള മനുഷ്യനല്ല ഞാൻ. പക്ഷേ നിവൃത്തികേട് വന്നാൽ എന്ത് ചെയ്യും? ബൈബിളിൽ അങ്ങനെ തന്നെ ഒരു വാക്കുണ്ടല്ലോ, നിവൃത്തിയില്ലെങ്കിൽ നീതിമാൻ എന്ത് ചെയ്യും? അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഇതിനെ തുടർന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെയൊക്കെ ദേവാലയങ്ങളിൽ ബലി അർപ്പിക്കുന്നില്ല എങ്കിൽ കേസിന് പോവുക. അവസാനം ഈ തിന്മ, അതായത് ശരീരത്തിൽ സഭയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള തിന്മയുമായി നടക്കുന്നവർ പുറത്തു പോകട്ടെ. എല്ലാവരും ഒന്നും സ്വർഗത്തിൽ പോകില്ലെന്നേ, എല്ലാവരും സ്വർഗത്തിൽ പോകത്തില്ല. ഇടതുവശത്ത് നിൽക്കാൻ കുറേ പേരെ അവരിപ്പോൾ റിക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. അന്ത്യവിധിയിൽ ഇടതുവശത്ത് നിൽക്കാൻ കുറേ പേരെ റിക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. ഇത് പ്രാർത്ഥനയുടെ ഫലമാണ്. ബലി അർപ്പിക്കാൻ പറ്റാതെ വേദനിക്കുന്ന നിരവധിയായ വയസ്സായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും
പിന്നെ ഗതികേട് കൊണ്ട് അനുസരണക്കേടിൻ്റെ ബലിയിൽ പങ്കെടുത്തവർക്കുമെല്ലാം സങ്കടമാണെന്നേ. മാർപ്പാപ്പയെ അനുസരിക്കല് പിന്നെന്താ പറയുക. ഏതായാലും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തുടർന്നും പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാൻ പറയുന്നത് മുട്ടുമ്മേ നിന്ന് കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുക. മാനസാന്തരത്തിന് വേണ്ടി ആരും നശിച്ചു പോകാൻ ദൈവവും ആഗ്രഹിക്കുന്നില്ല, നമ്മളും ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ആശംസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ. ഈ കൂടെ പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഈ സന്ദേശം എല്ലാവരിലും എത്തട്ടെ. എല്ലാ ഇടവകകളിലും എത്തിയിട്ട് നമുക്കൊന്ന് ചേർന്ന്, സഭയോട് ചേർന്ന് പരിശുദ്ധ ബലിപീഠത്തിൻ്റെ മുൻപിൽ കർത്താവിന് നന്ദിയുടെ ബലിയർപ്പിക്കാൻ എല്ലാവരും കൂടുവാനുള്ള ദിവസം അടുത്തിട്ടുണ്ട്. പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. ആമേൻ.